പ്രവണത, അമിതം എക്സ്പോസിംഗ് ഉള്ള ഒരു പ്രവണത വളർന്നു വരികയാണ്. ഒരു പെൺകുട്ടിക്ക് ടോപ്ലെസ് ആയി നടക്കണമെന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ നടക്കണമെന്ന് ആരും പറയുന്നില്ലല്ലോ. അല്ല, എന്നാ അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ എന്ത് പറയും തിരിച്ചു? മറക്കൽ സമരം പോലെ ഞാൻ തുറക്കൽ സമരം. സ്ത്രീ ശരീരം വ്യത്യാസമാണ്, സ്ത്രീ മനസ്സ് വ്യത്യാസമാണ്. ഇപ്പൊ ഈ പറയുന്ന ഉദ്ഘാടനത്തിന് വന്നാലും ഇനോഗ്രേഷൻ വന്നെന്ന് വെച്ചോ, ആരും മോശമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഒരു ക്ലീവേജ് കണ്ടെന്നോ അല്ലെങ്കിൽ ഒരു കൈയില്ലാത്തത് കണ്ടെന്നോ പറഞ്ഞ എന്തോ തോന്നാനാണ്. അവിടെയാണ് ഈ ക്ലീവേജ് അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചാലേ പറ്റൂന്ന് നിർബന്ധ ബുദ്ധി നമ്മുടെ നടിമാര് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അവിടെയാണ് പറഞ്ഞത് ഈ പ്രവണത, അമിതം എക്സ്പോസിംഗ് ഉള്ള ഒരു പ്രവണത വളർന്നു വരികയാണ്. ഒരു ഉദാഹരണം പറയാം. എന്തുകൊണ്ടാണ് പുരുഷന്മാർ, നമ്മുടെ സൽമാൻ ഖാനും ഋത്തിക് റോഷനും ഒക്കെ ഷർട്ട് ഇടാതെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ, നമ്മുടെ പൃഥ്വിരാജ്, ഇപ്പൊ ഉണ്ണിമൂന്തൻ, നമ്മുടെ മാർക്കോയിലൊക്കെ ഇടാറ്. അതേപോലെ ഒരു സ്ത്രീ അങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ടേക്ക് ഡൗൺ ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണ്? സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? ആർട്ടിക്കിൾ 14 സ്ത്രീയും പുരുഷനും ഒന്നല്ലേ? അതായത് 6 പാക്ക് കാണിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണിമൂന്തനോ അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജോ വേറെ ആരെങ്കിലും ഒരാളെ പറഞ്ഞ എല്ലാവരും ആരാണെങ്കിലും, അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ സിനിമയുടെ രംഗണ്ണനോ ഏതെങ്കിലും സിനിമയിൽ ഷർട്ട് ഇടാതെ വന്നാൽ ഫേസ്ബുക്കിലോ മറ്റോ ഒക്കെ പരസ്യം കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരു പെൺകുട്ടി സമാനമായ ഡ്രസ്സ് വന്ന് ധരിച്ചാൽ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ വയലേഷൻ ആണ് എന്ന് പറഞ്ഞ് ടേക്ക് ഡൗൺ ചെയ്യില്ലേ? എന്തുകൊണ്ടാണ്? സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? ഫേസ്ബുക്ക് സ്ത്രീ പുരുഷ ഇതിൽ വിശ്വസിക്കുന്നില്ലേ? ഫേസ്ബുക്കും ഭാരതത്തിലല്ലോ അമേരിക്കയിലല്ലേ? ആ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടെന്ന് വെച്ചോ, ആ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ആദ്യം പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. പക്ഷെ ആ ഒരു സാധനം ടേക്ക് ഡൗൺ ചെയ്യില്ലേ? ഞാൻ ചോദിച്ചത് ഫേസ്ബുക്കിലുള്ള അല്ല, അതുകൊണ്ടല്ല. അല്ല, ഒരിക്കലും അല്ല. ഇൻസ്റ്റാഗ്രാമിൽ ടേക്ക് ഡൗൺ ചെയ്യില്ലേ? ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ചോദിച്ചാൽ ഫോട്ടോഗ്രാഫി ന്യൂഡ് ഫോട്ടോഷൂട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കൂ? അവര് ചെയ്യുന്നുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിലോ റിപ്പോർട്ട് അബ്യൂസിലോ പോയി വയലേഷൻ അത് ഇല്ലാതാകും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു പ്രമുഖ നടിയുണ്ട് സനുഷ സമാനമായി സനുഷ ചെറിയ പ്രായത്തിൽ കുറ്റയായിരുന്നപ്പോ ഒരു പ്രത്യേക അല്ലെങ്കിൽ ടോപ്പ് ഭാഗം കാണിക്കുന്ന ഒരു വസ്ത്രം ഇട്ടിട്ട് അത് ടേക്ക് ഡൗൺ ചെയ്തതിനെ വിമർശിച്ച് ആ കുട്ടി എഴുതിയിരുന്ന വായിച്ചാണ് ഞാൻ ഓർക്കുന്നു. അപ്പോൾ സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസമല്ലേ? ഋത്തിക് റോഷൻ നടക്കുന്നത് പോലെ ഒരു പെൺകുട്ടിക്ക് നടക്കണമെന്നോ, സൽമാൻ ഖാൻ നടക്കണമെന്നോ പോലെ ഒരു പെൺകുട്ടിക്ക് ടോപ്ലെസ് ആയി നടക്കണമെന്ന് പറഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ നടക്കണമെന്ന് ആരും പറയുന്നില്ലല്ലോ. അല്ല, എന്നാ അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ എന്ത് പറയും തിരിച്ചു? അത് എന്റെ സ്വാതന്ത്ര്യമല്ലേ, നിങ്ങൾ ആരാ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ എന്ത്? ഫാത്തിമ അവരോട് എന്ത് പറയും? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തീവ്ര ഫെമിനിസ്റ്റും ഫെമിനാസിയുമായി വാദിക്കുകയാണ്. സൽമാൻ ഖാൻ ഷർട്ട് ഇടാതെ നടക്കാം, എന്തുകൊണ്ട് എനിക്ക് ഷർട്ട് ഇടാതെ നടക്കാൻ പാടില്ല? അല്ല, ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക, ഞാനൊരു തീവ്ര ഫെമിനിസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക. ഞാൻ പറഞ്ഞ ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് സങ്കല്പിക്കുക. മറക്കൽ സമരം പോലെ ഞാൻ തുറക്കൽ സമരം, അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഫാത്തിമയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഒരു 4-5 വർഷം മുമ്പ് ഫേസ്ബുക്കിലൊക്കെ തുറക്കൽ സമരം എന്ന് പറഞ്ഞൊരു സമരം പ്രഖ്യാപിച്ചു. ഫേസ്ബുക്കൊക്കെ അത് ടേക്ക് ഡൗൺ ചെയ്തു. ഞാൻ ചോദിച്ചത്, ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് വഴിയിലൂടെ അല്ലെങ്കിൽ നടക്കാൻ കഴിയും, അതേപോലെ ഒരു പെൺകുട്ടിയെ എനിക്ക് നടക്കാൻ കഴിയണമെന്ന് പറഞ്ഞാൽ ഫാത്തിമ അവരോട് എന്ത് പറയും? സ്ത്രീ പുരുഷ സമത്വമാണ്, ഇഷ്ടമാണ്. ചോദിക്കട്ടെ, ചേട്ടൻ ഇപ്പൊ ഇത്ര വയസ്സുണ്ട്, എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഈ ഒരു പ്രായം വരെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ വന്ന് പറയുന്നത് ചേട്ടൻ കേട്ടോ? ഞാൻ ചോദിച്ചത്, അങ്ങനെ പറഞ്ഞാൽ ഫാത്തിമ തിരിച്ചെന്ത് പറയും? പറയുന്ന ചേട്ടൻ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ പറയാത്തത്? സ്ത്രീ പുരുഷ ശരീരങ്ങൾ വ്യത്യാസമാണ്. ഫാത്തിമ പറഞ്ഞതിനോട് യോജിപ്പാണ് കേട്ടോ. അങ്ങനെ നടക്കണമെന്നൊന്നുമല്ല, അങ്ങനെ നടക്കരുതെന്ന് ഉദ്ദേശിച്ചാ പറയണേ. അങ്ങനെ പറയാത്തത് സ്ത്രീ ശരീരം വ്യത്യാസമാണ്, സ്ത്രീ മനസ്സ് വ്യത്യാസമാണ്. നമുക്ക് ആ വ്യത്യാസം നിലനിർത്തണം, അതിലേക്ക് പോകരുത്. ഈ മറക്കൽ സമരം മഹത്തരമാണ്, തുറക്കൽ സമരം മോശമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ചില പരിധികളും പരിമിതികളും, ചില കാര്യങ്ങൾ എന്താ പറയണ, മാന്യതയും മര്യാദയും വേണം. അതായത് മര്യാദ വേണമെന്ന് വളരെ മര്യാദയ്ക്ക് പറയുമ്പോൾ ഒട്ടും മര്യാദ ഇല്ലാതെ ആൾക്കാർ ആക്രമിക്കുന്ന ഒരു വ്യക്തി സ്ത്രീ വിരോധിയാണ്. അവിടെയാണ് ഇതെങ്ങനെയാ സ്ത്രീ വിരോധിയാകുന്നത്? സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ലേ പറയുന്നത്? അല്ല, സ്ത്രീകൾ പലപ്പോഴും സഭ്യതയുടെ മാനദണ്ഡം സാരി ഒരിക്കലുമല്ല, അവരെങ്ങനെ വേണമെങ്കിലും ഇട്ടോട്ടെ. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഡ്രസ്സിന്റെ കാര്യം കൊണ്ടാണോ ആൾക്കാർ വന്ന് രാത്രി കഥവി മുട്ടുന്നത്? ഒരിക്കലുമല്ല. ഹേമ കമ്മിറ്റി മറ്റൊരു വലിയ വിഷയമാണ്. എന്നാലും 1-2 കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിച്ചു പോവാം. ഹേമ കമ്മിറ്റിയുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ 45-35 വർഷം മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? ഫാത്തിമയുടെ അഭിപ്രായം തന്നെ ചോദിക്കാം. നിവിൻ പോളിക്കെതിരെ വന്ന കള്ളപ്പരാതിയെ കുറിച്ച് എന്താ അഭിപ്രായം? നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചാനലല്ലായിരുന്നു പറഞ്ഞ് ഒരു വ്യക്തിയാണ്. ഞാനും ആ വ്യക്തിയും കൂടെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അവസാനം നിവിൻ പോളി തെളിവ് കാണിച്ചു. നിവിന്റെ ഭാഗ്യമാണ് കേട്ടോ, നിവിൻ പോളി തെളിവ് കാണിച്ചു. ആ സമയത്ത് ദുബായിലല്ല, നമ്മുടെ എറണാകുളത്ത്, മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു, മറ്റേ ധ്യാന്റെ സിനിമയുടെ, ആ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. പാർവതി കൃഷ്ണയൊക്കെ നിവിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞെന്താ അറിയോ? ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയെന്ന്.
അതായത് അവളെ 3 ദിവസം നിരന്തരമായി പീഡിപ്പിച്ച ഡേറ്റ് അവൾക്ക് ഉറക്കപ്പിച്ചിലിരുന്ന് മാറിപ്പോയി. എപ്പോഴാണ് ഉറക്കപ്പിച്ചെന്ന് അറിയാവോ? വൈകിട്ട് 9 മണിക്ക്, അല്ല രാത്രി 9 മണിക്ക് മെയിൻ സ്ട്രീം ചാനലിലെ ചർച്ചയിൽ. അപ്പൊ ഇതേപോലത്തുള്ളവരെ അല്ലേ നമ്മൾ ഒരുമിച്ച് എതിർക്കേണ്ടത്? അപ്പോ